കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ EGR-ന്റെ ആ ഒരു ആക്ച്വേറ്ററിന് മാത്രം 35,000-ന്റെ റേഞ്ചിലൊക്കെ ഏകദേശം വരുന്നുണ്ട്. 1 കിലോമീറ്ററിന്റെ അടുത്തുള്ള ഓടിയിട്ടുള്ള വണ്ടികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഈ ഒരു എഞ്ചിന് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. 2019 ടാറ്റയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുള്ള ടാറ്റന്റെ ഒരു മോഡൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കേട്ടോ, ഹാരിയർ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളത് 2019 മോഡൽ ഹാരിയർ ആണ്. ഹാരിയറിന്റെ തന്നെ ഏകദേശം 1 ലക്ഷം കിലോമീറ്ററിന്റെ മുകളിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ഡീസൽ തന്നെ വരുന്നുള്ളൂ. 2 ലിറ്റർ ഡീസൽ എഞ്ചിനോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി എന്നുള്ള രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഹാരിയറിനെ നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മളെ ഈ ഒരു ഹാരിയറിന്റെ വീഡിയോ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മെക്കാനിക്കലായിട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഇലക്ട്രിക്കൽ സൈഡ്, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ആ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എങ്കിലേ നമ്മളിടുന്ന മെക്കാനിക്കൽ ആയിക്കോട്ടെ, അതേപോലെ തന്നെ വണ്ടികളുടെ നോർമൽ റിവ്യൂസ് ആയിക്കോട്ടെ, ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലോട്ട്. അപ്പം ആദ്യം തന്നെ ഈ ഒരു വണ്ടിയുടെ ഡിസൈനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ബോഡി തന്നെയാണ്. ഒരു മസിൽ ഫിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് പ്രസൻസ്, അഗ്രസീവ് റോഡ് പ്രസൻസ് ഒക്കെ നൽകുന്ന രീതിയിലാണ് ലാൻഡ് റോവറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ടാറ്റ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട, ഫ്രണ്ടിലോട്ട് നോക്കുന്ന സമയത്ത് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ആ ഒരു LED DRL, അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു വണ്ടീനെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വണ്ടിക്കാണെങ്കിലും ഇപ്പം നമ്മൾ ഹാരിയർ എന്നുള്ള ബാഡ്ജിങ് ആണെങ്കിലും ഇതിൻ്റെ ആ ഒരു ടാറ്റൻ്റെ എംബ്ലം ആണെങ്കിലൊക്കെ ഒരു ബ്ലാക്ക് തീമിലോട്ട്, പിയാനോ ബ്ലാക്കിലോട്ട് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡാർക്കായിട്ടുള്ള ആ ഒരു ഇതന്നെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ടയർ സൈസ് വരുന്നത് 245, 65, 17 എന്നുള്ള രീതിയിലാണ്. ഒരു 5 സ്പോക്ക് അലോയ് വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ വരുന്ന ഫെൻഡറിൻ്റെ ആ ഒരു ക്ലാഡിങ് എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. അപ്പം ഈ ഒരു സംഭവമൊക്കെ ഇതിൻ്റെ ബോഡി കളറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഡാർക്ക് എഡിഷൻ്റെ ഒരു ചെറിയൊരു എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറർ ഉണ്ടോ, അത്യാവശ്യം വലിയൊരു മിററാണ്. ഇൻഡിക്കേറ്റർ ലാമ്പോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഒരു മിററിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഞാൻ എന്തായാലും വണ്ടീൻ്റെ അകത്ത് കയറിയിരിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. പിന്നെ ക്യാരക്ടർ ലൈൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോണറ്റിലാണെങ്കിലും അതേപോലെ തന്നെ സൈഡിലുള്ള ക്യാരക്ടർ ലൈനൊക്കെ ഒരു ചെറിയ രീതിയിലാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. ഡോറിൻ്റെ മുകളിലായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ലൈനും ഉണ്ടോ, ബാക്കിലത്തെ ആ ഒരു ടൈൽ ലാമ്പിലോട്ട് മാച്ച് ആവുന്ന രീതിയിലാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നെ സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ നോക്കിയേ, അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ നിന്നുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ടോട്ടൽ വന്നിട്ടുള്ളത്. കൂളിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഫുൾ ബ്ലാക്ക് തീമിലോട്ട് വന്നുകൊണ്ട് തന്നെ കുറച്ചധികം അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് വണ്ടിയിൽ. ഡോർ ഹാൻഡിൽസൊക്കെ ബോഡി കളേർഡാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ഒരു നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു സൈഡിൽ കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ഹാരിയർ എന്നുള്ളൊരു ബാഡ്ജിങ്, അതൊക്കെ നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു DRL സെറ്റപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഗ്രസീവ് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് തരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ റിയർ വൈപ്പർ, ഗ്ലാസ് ബീഫ്രോസ്റ്റേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. റിവേഴ്സ് ക്യാമറൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ബ്ലാക്ക് തീമിൽ വരുന്ന ആ ഒരു ടാറ്റൻ്റെ എംബ്ലം കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ലൈൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന ലൈൻസ് കണ്ടോ, നേരെ ഇപ്പുറത്തോട്ട് നേരെ പോയി ടച്ച് ആവുന്ന കാണാം. ഇതൊക്കെ നല്ല ഡിസൈൻ തന്നെയാണ്. ആ ഒരു ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു ഇതൊരു ഡമ്മിയാണ് കേട്ടോ. നമ്മൾ മറ്റേ എയർ പാസേജും കാര്യങ്ങളൊന്നും അല്ല, റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബൂട്ട് സ്പേസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയാലോ. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ, അത്യാവശ്യം വലിയൊരു പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ടാറ്റ ഹാരിയറിൽ ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മളെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമിലോട്ടാണ് ടാറ്റ മാക്സിമം ഈ ഒരു വണ്ടീൻ്റെ ഇന്റീരിയർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ ആ ഒരു ക്രോം ഫിനിഷിങ് അല്ലെങ്കിൽ ആ ഒരു സിൽവർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
കുഴപ്പമില്ലാത്ത സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന രീതിയിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് ഇൻറ്റീരിയർ. ഞാൻ ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ബാക്കത്തെ ആ ഒരു കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തായാലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മെക്കാനിക്കലി ഓപ്പറേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലും ആ ഒരു 2 സൈഡിലും വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഞാൻ അകത്തോട്ട് കയറി ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന സമയത്തുള്ള ഒരു വ്യൂവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നല്ലൊരു പ്രീമിയം ഫീലാണ് ഇതിലിരിക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഡാഷിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെതർ റാപ്പിഡ് ഡാഷും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലെതർ റാപ്പിഡ് ആണ് ഡാഷ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഗൺമെറ്റൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ പ്രീമിയം സെറ്റപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ AC-ൻ്റെ കൺട്രോൾസൊക്കെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ എന്തായാലും അത് ഓണാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഗ്ലോ ബോക്സിൻ്റെ ഭാഗത്തോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു സൈഡിലെ AC വെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ കളറിലാണ് വരുന്നത്. പിയാനോ ബ്ലാക്ക് ആൻഡ് ആ ഒരു സിൽവർ ഷെയ്ഡിലും കൂടിയാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഡാഷിൻ്റെ മുകളിൽ നമ്മളെ വണ്ടീൻ്റെ ഓണറെ ഒരു കലാപരിപാടി കണ്ടില്ലേ? ഓ, ഇത്ര അധികം കാറും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് വീലിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമുക്കൊരു 4 സ്പോക്ക് കേട്ടോ. അതായത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ 3 സ്പോക്ക് ഡിസൈനിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഏകദേശം 4 ഇതായിട്ടാണ് വരുന്നത്. ഇത് ലെതർ റാപ്പിഡ് ഒന്നുമില്ല, പക്ഷെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടോ, ചെറിയ രീതിയിൽ 2 ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഗ്രേ ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾസിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള വോയിസ് കമാൻഡിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, പിന്നെ കോൾ എൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, വോളിയം, ഇങ്ങനത്തെ ഒരുപാട് കൺട്രോൾസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി എന്തായാലും നമുക്ക് മീറ്റർ ഓൺ ആക്കിയിട്ട് നോക്കാം. പുഷ് ബട്ടണിലാണ് കേട്ടോ നമ്മളിത് ഓണാക്കുന്നത്. ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനലോഗ് പ്ലസ് ഡിജിറ്റൽ ഒരു മിക്സ് ചെയ്ത് വരുന്ന രീതിയിലാണ് വന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കുറേ വാണിംഗ് കാര്യങ്ങളൊക്കെ ഓണാക്കി വരുന്ന സമയത്ത് കാണിക്കാറുണ്ട്, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകട്ടോ. സെൻട്രലിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്, ഡിജിറ്റലാണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ഗേജ് വരുന്നുണ്ട്, ഡിജിറ്റലാണ്. ടോട്ടൽ ഓടിയിട്ടുള്ളത് 1,00,000 ലെവലിൽ 92,000 കിലോമീറ്ററാണ് കേട്ടോ ടോട്ടൽ ഓടിയിട്ടുള്ളത്. സെൻട്രലിലുള്ള ഇതിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലൂടൂത്ത്, ഓക്സ്, പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൺട്രോൾ ചെയ്യാം. പാർക്ക് അസിസ്റ്റിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം. AC-ൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ നമുക്ക് ടെമ്പറേച്ചറും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സ്ക്രീനിലും ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ AC-ൻ്റെ ഫാൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫുൾ ഈ ഒരു സൈഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡിഫോഗറിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീരിയോൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു റിമോട്ട് കീയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാം കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ സ്പോർട്സ് മോഡ് കാര്യങ്ങളൊക്കെ മാറ്റി കളിക്കാനുള്ളൊരു റോട്ടറി നോബും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് അഡീഷണൽ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഇവിടെ ഒരു മൊബൈൽ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്കത് ഈ ഒരു രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ഇടാനും അതേപോലെ തന്നെ റിമൂവ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ അല്ലെങ്കിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിഗരറ്റ് ലൈറ്ററായിട്ടും അതേപോലെ തന്നെ ചാർജിങ് പോർട്ടായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒരു പ്രീമിയം സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. കൂടുതൽ എന്തായാലും പറയുന്നില്ല, വീഡിയോ ലെങ്ത്ത് കൂടും. ഞാൻ ബാക്കിലോട്ട് പോയിട്ട് അവിടുത്തെ സ്പേസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സീറ്റ് ഞാൻ ഇപ്പോൾ നോർമൽ ഓടിക്കാനുള്ളൊരു സെറ്റപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ബാക്കിലോട്ടാണ് സീറ്റ് ഇട്ടിട്ടുള്ളത്. എനിക്കിനിയും കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഇട്ടാലേ ക്ലച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ബാക്കിലത്തെ സ്പേസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സീറ്റ് കുറച്ച് ബാക്കിലോട്ടാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ് കേട്ടോ. കണ്ടോ, നോർമൽ കാറുകളിലൊന്നും ഇത് കൊടുക്കില്ല, ജസ്റ്റ് ഈ ഒരു മൂവ്മെൻറ്റേ കിട്ടുള്ളൂ. ഇത് നമുക്ക് ഫ്രണ്ടിലോട്ടും അതേപോലെ തന്നെ താഴോട്ടും മുകളിലോട്ടൊക്കെ ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ബാക്കി എന്തായാലും ഞാൻ സെക്കൻഡ് റോയിലോട്ട് കയറി ഇരുന്നിട്ട് പറഞ്ഞുതരാം. സെക്കൻഡ് റോയിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ മാക്സിമം ബാക്കിലോട്ടാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഇതിലോട്ട് കയറി ഇരുന്നിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇപ്പം ഞാൻ ഡ്രൈവർ സൈഡ് സീറ്റ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇതാ നോർമലായിട്ട് കാല് ഇങ്ങനെ വെക്കാം, വേണമെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വെക്കാം. നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഒരു ഇരുത്തവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ ആ ഒരു ഈ ഒരു ചരിവും കാര്യങ്ങളൊക്കെ കണ്ടോ, അത്യാവശ്യം നല്ലൊരു ആംഗിളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സെൻട്രൽ ഇവിടെ ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തിനാണ് ഇതിൻ്റെ ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഫോണും കാര്യങ്ങളൊക്കെ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് ബാക്കിലുള്ള സെറ്റപ്പ്. ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫൊക്കെ ഒരു വൈറ്റ് തീമിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ഫ്രണ്ടിൽ കാണിച്ചു തരാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഡിം റിയർ വ്യൂ മിററും കാര്യങ്ങളൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ സൺവൈസറിലാണെങ്കിൽ വാനിറ്റി മിറർ അത്തരത്തിലുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ആ ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ കുറച്ച് ഒരു അത്യാവശ്യം ഒരു ക്വാളിറ്റി ഫീലിംഗ് കിട്ടുന്നില്ല. അതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ വണ്ടി ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ ഈ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. 40 കിലോമീറ്റർ സ്പീഡിൽ ഒരു 3rd ഗിയറിലാണ് ഇപ്പം ഞാനിത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം അത്ര ഒരു നല്ല കണ്ടീഷനിലുള്ള റോഡൊന്നുമല്ല. ഒരുപാട് പാച്ചായിട്ട് ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് കുറേ കട്ടിങ് അവിടെ ഇവിടെയൊക്കെ കാണാം. നേരെ ഈ ഓരോരോ കട്ടിങ്ങിൻ്റെ മുകളിലോട്ടൊക്കെയാണ് വണ്ടി കയറുന്നത്. അപ്പം ഈ ഒരു സമയത്തൊക്കെ സസ്പെൻഷൻ്റെ ഭാഗത്തോടൊക്കെ നമ്മൾ നോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് സസ്പെൻഷനാണ്. ബെറ്റർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ച് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ ഓടിക്കാൻ 100 കിലോമീറ്ററിൻ്റെ ലെവലിലോട്ടൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് എനിക്കൊരു പേടി, അതായത് ഒരു കയ്യിൽ ഒതുങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടി വരുന്നുണ്ട്. അപ്പം എല്ലാ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ വരാറില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ എയർ ഹാരിയർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും പറയാം. ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതുവരെ ഇതിന് വേറെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ക്ലച്ചൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ക്ലച്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പെഡൽ, ഇപ്പോൾ നമ്മളത് ക്ലച്ച് പെഡൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഈ ഒരു കാറ്റഗറി വണ്ടികളിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജീപ്പ് കോമ്പസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ സെയിം എഞ്ചിനോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ് ജീപ്പ് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പം ജീപ്പ് കോമ്പസിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലച്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഏകദേശം സെയിം എഞ്ചിനൊക്കെ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും എനിക്കൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ കാലിന് പെയിനും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യങ്ങൾ. അതേപോലെ തന്നെ മൈലേജിൻ്റെ ഒക്കെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16 km/L ഒക്കെ നമുക്ക് ഈ ഒരു മാനുവൽ ഡീസൽ എഞ്ചിനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനും അത്യാവശ്യം നല്ലൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടീൻ്റെ ഭാഗത്തോട്ട് നോക്കുന്ന സമയത്ത്. ഇതിപ്പം ചെറിയൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഗിയർ എന്ന് പറയുമ്പോൾ 3rd ഗിയറിലാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഞാൻ വലിയ RPM-ലും അല്ല, നല്ല ആക്സലറേഷനും ചെയ്യുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഞാനിത് ഓടിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ചെറിയ റോഡുകളിലൊക്കെയാണ് ഓടിക്കുന്നത് വിചാരിക്കുക. ആ റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, ഈ ഒരു മിററിൻ്റെ സൈസ് അത്യാവശ്യം വലിയൊരു സൈസാണ് വരുന്നത്. അപ്പം അതൊരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് ചിലപ്പോൾ ആക്ട് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലോട്ടൊക്കെ നമ്മൾ ഒടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ റോഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ചെറിയ വണ്ടികളൊക്കെ ഓട്ടി പഠിച്ചിട്ട് നേരെ ഇതിലോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പാർക്കിങ്ങിൻ്റെ ഭാഗത്തോടൊക്കെ നോക്കുമ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടീന്റെ സർവീസ് കോസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് കോസ്റ്റ് ഏകദേശം ഒരു 8,000 to 15,000 ഒക്കെ ആയിരിക്കും കമ്പനിയിൽ വരിക കേട്ടോ. പിന്നെ നമ്മൾ അത് പുറത്തുനിന്നൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊരു 5,000 റേഞ്ചിൽ നോർമൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ബ്രേക്ക് പാഡിന്റെ ഒക്കെ കോസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ തന്നെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു 2,000 റേഞ്ചിലൊക്കെ നമുക്ക് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കിട്ടാനുണ്ട് കേട്ടോ. പിന്നെ യൂസ്ഡ് കാർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു EGR-ന്റെ പ്രശ്നം, അത് ചെക്ക് എഞ്ചിൻ ലൈറ്റ് നിങ്ങൾക്ക് മീറ്ററിൽ തെളിഞ്ഞ് കാണാൻ പറ്റും. ചെക്ക് എഞ്ചിൻ ലൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും സ്കാൻ ചെയ്തിട്ട് മാത്രം നോക്കിയിട്ട് മേടിക്കട്ടോ. EGR-ന്റെ ആക്ച്വേറ്റർ കംപ്ലൈന്റ് ആയി പോകുന്ന ഒരു വിഷയം കോമൺ ആയിട്ട് വരാറുണ്ട്. അത്തരത്തിൽ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ
EGR-ന്റെ ആ ഒരു ആക്ച്വേറ്ററിന് മാത്രം 35,000-ന്റെ റേഞ്ചിലൊക്കെ ഏകദേശം വരുന്നുണ്ട്. അപ്പം 35,000-ന്റെ റേഞ്ചിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് അവൈലബിൾ അല്ല എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. അത് കിട്ടാൻ ഭയങ്കര പാടാണ്, യൂസ്ഡ് ഒക്കെ നോക്കേണ്ടി വരും. അപ്പം ആ ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടീന്റെ പുള്ളിങ്ങിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. അതല്ലാത്ത വേറൊരു കംപ്ലൈന്റ് കൂടെ ഉണ്ട്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഡീസൽ പമ്പ് അധികവും ലീക്കായി പോകാറുണ്ട്. അപ്പം ഒരു 1,00,000 കിലോമീറ്ററിന്റെ അടുത്തുള്ള ഓടിയിട്ടുള്ള വണ്ടികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഈ ഒരു എഞ്ചിന് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. EGR-ന്റെ ആ ഒരു ആക്ച്വേറ്ററിന്റെ പ്രശ്നം, അതേപോലെ തന്നെ ഡീസൽ പമ്പ് ലീക്കായി പോവുക, ഹൈ പ്രഷർ പമ്പ്. അപ്പം അതൊക്കെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ആ ഒരു റീപ്ലേസ്മെന്റിന് ഇപ്പം യൂസ്ഡ് ഡീസൽ പമ്പാണ് നമ്മൾ മേടിച്ചിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 10,000 റേഞ്ചിൽ യൂസ്ഡ് ഡീസൽ പമ്പിന് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പം അതൊക്കെ കണ്ടിട്ട് മാത്രം നിങ്ങൾ എടുക്കട്ടോ. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. യൂസ്ഡ് കാർ എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല കംഫർട്ടുള്ള വണ്ടി തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു എഞ്ചിന്റെ കണ്ടീഷനും അതേപോലെ തന്നെ ഗിയർ ബോക്സിന്റെ കണ്ടീഷൻ, ഇലക്ട്രിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലൊരു മെക്കാനിക്കിനെ കൂട്ടിപ്പോയി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. കൂടുതൽ മെക്കാനിക്കൽ വീഡിയോസ് അതേപോലെ തന്നെ സർവീസിന്റെ വീഡിയോസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ യൂട്യൂബും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഈ ഒരു സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.